ഹായ് സുഹൃത്തുക്കളെ, ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടുന്ന ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അതിന് 10 രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് വന്നു നോക്കി. കോഴിക്കോട് പുറക്കാട്ടേരിയാണ് കേട്ടോ, ചിക്കു പ്ലസ്. ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണേ, എന്താണെന്ന് നോക്കണം. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വരി. ചേട്ടാ, അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നത് പറയട്ടെ. എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു കേട്ടിട്ട് വന്നാണ്. എന്താ സാധനം തന്നെ? കപ്പവട. ഇതെങ്ങനെ ഉണ്ടാക്കുക? അത് കപ്പ വാങ്ങിയിട്ട് പുഴുങ്ങി പത്തിരിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, എല്ലാ മസാലകളൊക്കെ ചേർത്ത് പരത്തി വെളിച്ചെണ്ണയിലിടുക. ഇത് എത്ര കാലം ഞങ്ങളോട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഇത് പരീക്ഷണമാണോ അല്ലെങ്കിൽ പുതിയ? 2 വർഷമായി. 2 വർഷമായി. എങ്ങനെ ആൾക്കാർ വാങ്ങുന്നുണ്ട്? എല്ലാവരും ഇവിടെ വന്ന് അന്വേഷിച്ച് വാങ്ങുന്നുണ്ട്. ഇതെന്താ വില? ഒന്നിന് 10 രൂപ. ഇതാണല്ലേ? കപ്പവട. ഓ, അടിപൊളി. ഇതാരാ കണ്ടെത്തിയേ? ചേച്ചിന്റെ വിഭവമാണോ? ചേട്ടൻ കണ്ടതാ, യൂട്യൂബിൽ നോക്കിയിട്ട്. യൂട്യൂബ് നോക്കി പഠിച്ചാണ്? ശരി. അപ്പൊ ഇതിന് കുറെ ആൾക്കാരുണ്ട്, ആരാധകരുണ്ട്. ആരാധകർ എവിടുന്നൊക്കെയോ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് ചിക്കു പ്ലസ് അല്ലേ? പുറക്കാട്ടേരി, കോഴിക്കോട് പുറക്കാട്ടേരി പാലം കഴിഞ്ഞ അവിടെ തന്നെ ഇടത് ഭാഗത്ത്. ഓക്കെ. അപ്പൊ ഇതെപ്പം പൊരിക്കാൻ പോവാ? ഇതെപ്പോഴാ തുടങ്ങാം? ഇപ്പൊ അവിടെ ഏലാഞ്ചി കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ചേച്ചി എൻ്റെ വിശദീകരണങ്ങളൊക്കെ തന്നു. ഇനി നമുക്കൊന്ന് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം ഇത് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത്ര കൂടാതെ ടാപ്പിയോക്കൻ്റെ, അതായത് ഈ കപ്പ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. 2 തരം ചമ്മന്തി ഉണ്ടെന്നാ പറഞ്ഞത്. ചിലപ്പോ ഈ ചമ്മന്തി ഇതെങ്ങനെ നല്ല എരിവുള്ളാണോ? കാന്താരി മുളക്. അത് ഓ എന്റെ അമ്മേ, നമുക്ക് കഴിച്ചു നോക്കണല്ലോ. ഇത് തേങ്ങാ ചമ്മന്തി. ഇത് ബിരിയാണിക്കൊക്കെ ഉള്ള ചമ്മന്തിയാണോ? എന്നാ ശരി, ഞങ്ങളിത് പരീക്ഷിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ ഇനി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇനി ഒരുപാട് ഐറ്റംസ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ ഐറ്റംസ്. ഇതിനൊക്കത്തിനും 10 രൂപയല്ലേ ചേട്ടാ? ഇതിനെല്ലാത്തിനും 10 രൂപയാണ്. കാടമുട്ട ഉണ്ട് എൻ്റെ ഉള്ളിൽ. കാടമുട്ട ഇതിന് 20 റുപ്യ അല്ലേ? ഒരു 20 നാളെ കിട്ടും. നാളെ 20 റുപ്യ. ഇതൊക്കെ 10 രൂപയാണ്. കല്ലുമ്മക്കായ 20 റുപ്യാണ്. ചേച്ചിൻ്റെ ഇത് കല്ലുമ്മക്കായ ഇപ്പം ഉണ്ടാക്കി ചേച്ചാ? ഒരു കല്ലുമ്മക്കായ തരുമോ? ഓക്കെ. ഇത് കല്ലുമ്മക്കായ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചേച്ചി. അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ മാവ് ഇതെന്താ മാവ് ചേച്ചി? ഇതിൻ്റെ റെസിപ്പി എന്താണ്? ഇതിൻ്റെ നല്ല രസമുണ്ട്. മസാലയുടെ കുത്തൊന്നുമില്ല, ചേരുവകളൊക്കെ വളരെ കറക്റ്റാണ്. ഇതിൽ കല്ലുമ്മക്കായ പറഞ്ഞാൽ കടുക്കാം. ഇത് ഒരുപാട് കാലമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഈ വിഭവങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങളിവിടെ വരാം. ഇത് കൂടാതെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഭവം കഴിക്കാൻ പോവുകയാണ്, കപ്പവട. അതപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് കാണാം. ഏലാഞ്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? റൌഫ്. റൌഫൊക്കെ അവിടെ ഏലാഞ്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏലാഞ്ചി. നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഏതായാലും കപ്പവടയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇത് ശർക്കരയും തേങ്ങയുള്ളത്, പഞ്ചസാരയല്ല. അപ്പോൾ നമ്മൾ നാടൻ പഴയ കാലത്ത് ആ ഒരു ഓർമ്മ നമുക്ക് എന്തായാലും ഓടി വരുന്നതായിരിക്കും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കപ്പവട അവിടെ എത്തി, മാവൊക്കെ തയ്യാറാക്കിയതാ. ഇനി ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വടേൻ്റെ ഹോളുകൾ. വട എന്ന് പറയുമ്പോൾ തന്നെ നടുക്ക ഒരു ഹോളാണ് നമുക്ക് ഓർമ്മ വരിക. അതൊക്കെ വലിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചാണ്. ഇനിയിപ്പോൾ റൗഫുക്ക ഇതിലേക്ക് ഇടാൻ പോവാണ്, എണ്ണ ചൂടായിട്ട്. അപ്പോൾ സുഹൃത്തുക്കളതാ കാക്ക അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര എണ്ണം പോകും കാക്ക? 80 എണ്ണം. ഒരു 10-200 എണ്ണം വെക്കണ്ട നമുക്ക്? ശരി, നോമ്പിൻ്റെ പ്രശ്നമാണല്ലോ. അത് കഴിഞ്ഞാൽ കൂടുതൽ പോകലുണ്ടോ? സാധനം കൂടെ പോകലുണ്ടോ? 150 എണ്ണം ദിവസം പോകും. അടിപൊളി. ഇപ്പോൾ കപ്പവടക്ക് ഒരുപാട് ആരാധകരുണ്ടല്ലോ അവിടെ. കപ്പവട പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കപ്പവട ആയിട്ടോ. കപ്പവട പൂർണ്ണമായിട്ടും മൊരിഞ്ഞു.
വന്നുകൊണ്ടേയിരിക്കുകയാണ്. അടിപൊളി. ആ നല്ല സ്മെല്ലാട്ടോ. എൻ്റെ മസാല എല്ലാം കൂടി മുരിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അടിപൊളി. വായനപ്പോഴേ വെള്ളം ഊരി തുടങ്ങി. ഇനി ഇത് ടേബിളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചമ്മന്തിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ചാണല്ലോ, എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ. ഈ സുഹൃത്തുക്കളെ, ഇത് ഉണ്ടാക്കുന്ന ചടങ്ങെല്ലാം ഞങ്ങൾ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ അതാ ഇതിലേക്ക് പാത്രത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ചട്നി ഉണ്ട്, 2 ചട്നി. ആ ചട്നിയാണല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുകൂടി കൂട്ടിയായിട്ട് പിടിക്കുമ്പോഴല്ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. വരൂ നമ്മൾ ടേബിളിലേക്ക്. സുഹൃത്തുക്കളെ, അപ്പം വട വന്നു, 2 ചമ്മന്തി വന്നു. ചമ്മന്തി കുറച്ചാണുള്ളത്. ഈ ചമ്മന്തി കാന്താരി ചമ്മന്തി എന്നാണ് പറയുന്നത്. ഭയങ്കര എരിവുണ്ട് കേട്ടോ. നല്ല കട്ടൻ ചായ, അടിപൊളി കട്ടൻ ചായ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കൂട്ടി ഞാനൊരു പിടുത്തം പിടിക്കാൻ പോവാണ്. ആദ്യം ചമ്മന്തി എടുത്തിട്ട് അടിപൊളി, സൂപ്പർ. ഇനി കാന്താരി കൂട്ടിയിട്ടൊരു പിടുത്തം പിടിച്ചോട്ടെ. കാന്താരി ഭയങ്കര എരിവാണ്, എന്നാലും ഈ വടയുടെ ടേസ്റ്റിൻ്റെ മുന്നിൽ അതൊരു പ്രശ്നമല്ല. ഇനി 2 കൂടി കൂട്ടിയിട്ട്, കാന്താരി ചമ്മന്തിയും കൂടി കൂട്ടി 2 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തം. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കഴിച്ചു വെക്കാം. ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റും ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേരുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ, സൂപ്പർ. അപ്പോൾ സുഹൃത്തുക്കളെ മറക്കണ്ട, കോഴിക്കോട് പൊറക്കാട്ടിരി പാലം കഴിഞ്ഞ ഓർഡർ ഇടത് ഭാഗത്ത് ചിക്കു പ്ലസ് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥാപനമാണ്. അവിടെയാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. കൂടാതെ പലതരത്തിലുള്ള വിഭവങ്ങളിലൂടെ ഉണ്ട്. 10 രൂപയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. കപ്പ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അപ്പം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.